BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് മഹിളാ മോർച്ച. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മഹിളാ മോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കവിത മേനോൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പിഷാരടി നൽകിയ മറുപടിയാണ് ഇത്തരത്തിൽ പരാതിക്ക് കാരണമായത്. പീഡനമൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിൽ താൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന പരാമർശമാണ് പിഷാരടി നടത്തിയത്. ഇത് സ്ത്രീവിരുദ്ധമാണ് എന്നാണ് മഹിളാ മോർച്ചയുടെ വാദം. ഇക്കാര്യത്തെ ചൂണ്ടിക്കാട്ടിയാണ് പോലീസിൽ പരാതിയും നൽകിയത്. ഇത്തരമൊരാൾ ഒരു കാരണവശാലും പൊതുരംഗത്ത് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം. ബലാത്സംഗങ്ങളെ വ്യക്തിപരമായി ചിത്രീകരിക്കുന്നത് ബലാത്സംഗത്തിന് ഇരയായ യുവതികളെയും സ്ത്രീത്വത്തെയും അവഹേളിക്കുന്നതാണെന്നും മഹിളാ മോർച്ചയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് മഹിളാ മോർച്ചയുടെ ആവശ്യം. എന്നാൽ ഇതിൽ ശ്രദ്ധേയമാകുന്ന മറ്റൊരു വിഷയം, കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തടഞ്ഞ BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വടക്കന്തറയിലെ 51-ാം വാർഡിൽ പ്രചാരണത്തിനെത്തിയ രമേശ് പിഷാരടിയെ BJP കൗൺസിലറായ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു തടഞ്ഞത്. രാത്രി 7ഓടെ നടന്ന സംഭവത്തിൽ BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. തുടർന്ന് പ്രചാരണം പൂർത്തിയാക്കാനാവാതെ പിഷാരടി മടങ്ങിപ്പോകുകയായിരുന്നു. ഇടങ്ങളിലും BJP ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം സുഖമായി പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും. എന്നാൽ പിഷാരടി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനാലാണ് തടഞ്ഞതെന്നായിരുന്നു NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത്. UDF സ്ഥാനാർത്ഥി വേട്ടക്കാരനൊപ്പമാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. ഇതിനെതിരെ മറുപടിയുമായി പിഷാരടിയും രംഗത്തെത്തിയിരുന്നു. താൻ യാതൊരു സ്ത്രീവിരുദ്ധ പരാമർശവും നടത്തിയിട്ടില്ലെന്നും BJP കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുമായിരുന്നു പിഷാരടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം. ഇത്തരമൊരു സംഭവം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിഷാരടിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത്വം ഇല്ലാതാക്കുന്നതിൽ വിനയാകുമോ എന്നതും കാത്തിരുന്നു കാണും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.